ഇതിന്റെ വിഷയം എന്താണ്? ഈ സർക്കാർ അപ്പൊ നിങ്ങൾ മാറിക്കോളൂ. നിങ്ങളെ കക്ഷിയാണ്, ഇത് രാഷ്ട്രീയമാണ്. നമ്മുടെ പ്രദേശ നേതാവ് വിഷയം അന്വേഷണത്തിന് ADGPക്കെതിരെയുള്ള അന്വേഷണത്തിന് ഈ കൂടിക്കാഴ്ച RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിഷയത്തില് ADGPക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. MLA ഉയർത്തിയിരുന്ന ഒരു ആവശ്യമായിരുന്നല്ലോ. പിന്നെന്ത് അന്വേഷണം? എന്തിനെ പറ്റി അന്വേഷിക്കണേ? RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഏറ്റവും വലിയ തമാശയല്ലേ? ജനേന്ദ്രൻ അന്വേഷണം എന്റെ വ്യക്തിപരമായ പറ്റി അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ? അല്ല, പിന്നെന്തിനത് അന്വേഷണം എന്തിനാണ്? അല്ല, എന്തിനാ അന്വേഷിക്കുന്നത്? ഒരു സത്യമല്ലേ? ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ? 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാണ്. അല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ച എന്താന്ന് പറയണം, അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണേ? ഈ RSSന്റെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പോ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ? ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞു. പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം. അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ? പിന്നെ ചോദിക്കാനെന്താ? അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA. ഞാൻ നടപടി വേണമെന്നൊക്കെ വിഷ്വൽസ് കൂടി പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അനലറ്റിക്സ് ആയിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ, അവരോടൊപ്പം വന്നിറങ്ങുന്നതിന്റെയും അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSരെ കണ്ടോന്നല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യല്ലേ? പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ? ലിവ് ഇറ്റ്. ജനങ്ങൾക്ക് വിട്ടെടുത്ത് അതെനിക്കറിയില്ല. അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ. അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇന്നലെ EP പറഞ്ഞില്ലേ, എന്തോ ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് എനിക്കറിയില്ല. EP എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു. ഞാൻ EP പറഞ്ഞ കാര്യം സഹോദര പറഞ്ഞത് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നത് ADGP അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കാതെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യല്ലേ? എന്ത് വിമർശനമല്ലല്ലോ. അയാളെ ഡിസ്മിസ് ചെയ്യണം, സസ്പെൻഷൻ അല്ല. ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മാറ്റി നിർത്തണമെന്നാ. അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റ് നാളെ താഴെ ഇറക്കണം. അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല. അത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ. അത് ജനങ്ങൾക്ക് അറിയാം. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം, അവിടെ ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം, ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം. അയാളെ ഡിസ്മിസ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ക്രിമിനലാണ്, നൊട്ടോറിയസ് ക്രിമിനൽ. ഒരു തർക്കമില്ല. ഇത് പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം MLA ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ, ഇനി അടുത്ത നിയമസഭാ സെഷനിൽ ഈ കാര്യം പറ്റൂല.